നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു GST അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. GSTN സൈറ്റിൽ 9/4/2024 ഒരു അഡ്വൈസറി വരികയുണ്ടായി. അതായത് GSTയുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഒരു റീസെറ്റോ റീഫൈലിംഗോ ഓപ്ഷൻ നമുക്ക് ലഭിച്ചിരുന്നില്ല. അതിനെ സംബന്ധിക്കുന്ന ഒരു അഡ്വൈസറിയാണ് 9/4 GSTN ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിലെന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Advisory on reset and refiling of GSTR 3B of some taxpayers. അപ്പോൾ ഈ ഒരു അഡ്വൈസറി പലരും അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും റീഫയൽ ചെയ്യാൻ പറ്റുമോ, റീസെറ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാ ടാക്സ് പീരീഡും? അപ്പൊ അങ്ങനെയല്ല. ഈ അഡ്വൈസറിൽ പറഞ്ഞിരിക്കുന്ന ചില ടാക്സ് പേയേഴ്സിന് മാത്രം അവരുടെ ഡാറ്റ സേവ് ചെയ്തതിൽ മിസ്മാച്ച് കാരണം ചില രജിസ്റ്റേർഡ് ഡീലേഴ്സിന് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നു എന്നാണ് ഈ ഒരു അഡ്വൈസറി അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് അഡ്വൈസറിയിലേക്ക് കടക്കാം. This has reference to the facility for refiling of GSTR 3B for some taxpayers. ചില ടാക്സ് പേയേഴ്സിന് മാത്രം ഒരു റീഫൈലിംഗ് ഓപ്പർച്യൂണിറ്റി നൽകുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് നൽകുന്നത്? ഇറ്റ് വാസ് നോട്ടീസ്ഡ് ദാറ്റ് there were discrepancy in the returns of some taxpayers. ചില ടാക്സ് പേയേഴ്സിന് ഡിസ്ക്രിപ്പൻസി അവർ കണ്ടെത്തി. ദി ഫയലിംഗ് പ്രോസസ് ബിറ്റ്വീൻ ദി സേവ്ഡ് ഡാറ്റ ഇൻ ദി GST സിസ്റ്റം ആൻഡ് ആക്ച്വലി ഫയൽഡ് ഡേറ്റ ഇൻ ദി ഫീൽഡ്സ് ഓഫ് ITC അവൈൽമെന്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റീസ്. ടാക്സ് പേയ്മെന്റിലും ITC അവൈൽമെന്റിലും വന്ന ചില മിസ്മാച്ചസ്, ഡാറ്റ സേവ് ചെയ്തതിൽ വന്ന മിസ്മാച്ചസ് കാരണം ഡിസ്ക്രിപ്പൻസി വന്നിരിക്കുന്നതിലാണ് ചില ടാക്സ് പേയേഴ്സിന് ഇങ്ങനെ ഒരു റീസെറ്റ് ചെയ്യാൻ, റീഫൈൽ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. The matter was examined and deliberated by the Grievance Redressal Committee of the GST Council, and as a facilitation measure, the committee decided that these returns shall be reset. ചില മിസ്മാച്ച് വന്നിട്ടുള്ളതുകൊണ്ട് ഈ ഒരു GST കൗൺസിൽ തീരുമാനമെടുത്തു ആ പർട്ടിക്കുലർ റിട്ടേൺസ് റീസെറ്റ് ചെയ്യണം. In order to give opportunity to such taxpayers to correct the discrepancy, അങ്ങനെയുള്ള ടാക്സ് പേയേഴ്സിന് അവസരം അവരുടെ ഡിസ്ക്രിപ്പൻസി കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം നൽകണം എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ ഒരു റീഫയൽ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ ടാക്സ് പേയേഴ്സിനും ഇല്ല, ചില പർട്ടിക്കുലർ ടാക്സ് പേയേഴ്സിന് മാത്രം അവര് GST റിട്ടേൺസ് ഫയൽ ചെയ്തപ്പോൾ ടാക്സ് പേയ്മെന്റിലും ടാക്സ് ITC അവൈൻമെന്റിലും വന്ന ഡാറ്റ സേവ് ചെയ്തതിലുള്ള മിസ്മാച്ച് കാരണം വന്ന ഡിസ്ക്രിപ്പൻസി മൂലം അത് തിരുത്താനുള്ള ഒരു അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു റീസെറ്റ് ആൻഡ് റീഫയൽ ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ചിലർക്ക് മാത്രമാണ്. അപ്പൊ അതാണ് ഇതിൽ രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്. Accordingly, only the affected taxpayers have been communicated on their registered email ID. ഇങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടാക്സ് പേയേഴ്സിന് അവരുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDസിൽ അവരത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് ഇത് എവിടെയും കൂടെ വിസിബിൾ ആവും ഓൺ ദെയർ റെസ്പെക്റ്റീവ് ഡാഷ്ബോർഡ്സ് ഫോർ ദി പർപ്പസ് ഓഫ് റീഫൈലിംഗ്. അവരുടെ ആ പർട്ടിക്കുലർ മാസത്തെ റിട്ടേൺ ഏതാണെന്നോ അത് ഡാഷ്ബോർഡിലും കൂടി വിസിബിൾ ആക്കിയിട്ടുണ്ട്. ദി ടാക്സ് പേയേഴ്സ് ഹു ഹാവ് റിസീവ്ഡ് സച്ച് കമ്മ്യൂണിക്കേഷൻ ആർ റിക്വസ്റ്റഡ് ടു വിസിറ്റ് ദെയർ dashboard and refile their GSTR 3B within 15 days of receipt of such communication. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മെയിൽ ID വഴി ലഭിച്ചിട്ടുള്ളവർ അവരുടെ ഡാഷ്ബോർഡിൽ വിസിറ്റ് ചെയ്ത് ഏത് പീരീഡ് ആണോ അവരതിൽ പറഞ്ഞിരിക്കുന്ന ആ പീരീഡ് കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനാണ് അവര് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ലഭിച്ച് 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു റീഫയൽ ചെയ്യേണ്ടതാണ് എന്നാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതില് നമ്മൾക്ക് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാം. കാരണം ഇത് എന്താണ്, എങ്ങനെ ചെയ്യണം, ഏത് വഴിക്കാണ് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. അപ്പൊ അതിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് യു മേ റീച്ച് ഔട്ട് ടു യുവർ ജുറിഡിക്ഷണൽ ടാക്സ് ഓഫീസർ, നിങ്ങളുടെ ജുറിഡിക്ഷൻ ഓഫീസറെയോ അല്ലെങ്കിൽ മേ റേസ് ടിക്കറ്റ് ഓഫ് GST ഗ്രീവൻസൽ
grievance redressal portal in case you face any difficulty in refiling of such GSTR 3B. അപ്പോൾ ഗ്രീവൻസ് എല്ലാം നമുക്കൊരു ടിക്കറ്റ് റേസ് ചെയ്യാം, അല്ലെങ്കിൽ ജുറിഡിക്ഷൻ ഓഫ് ടാക്സ് ഓഫീസറെ സമീപിക്കാം. ഇതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് നമ്മൾ നേരിടുകയാണെങ്കിൽ, ഇങ്ങനെ റീഫയലും റീസബ്മിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രീവൻസ് സെല്ല് ടിക്കറ്റ് റേസ് ചെയ്യുകയോ ഓഫീസറെ നേരിട്ട് കണ്ട് സമീപിച്ച് ആ ഒരു ബുദ്ധിമുട്ട് പറയുകയോ ചെയ്യാമെന്നാണ് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാലാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഇൻകൺവീനിയൻസ് കാസ്ഡ് ടു ദി ടാക്സ് പെയർ ഈസ് ഡീപ്ലി റിഗ്രറ്റഡ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, ഇത് ടാക്സ് പെയറുടെ പ്രശ്നം കൊണ്ടല്ല ഇത് വന്നിരിക്കുന്നത്, ഇത് GSTN പോർട്ടലിന്റെ ആ ടെക്നിക്കൽ ഗ്ലിച്ചസ് വഴി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇൻകൺവീനിയൻസ് കാസ്ഡ് ടു ദി ടാക്സ് പെയർ ഈസ് ഡീപ്ലി റിഗ്രറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അഡ്വൈസറിയാണ് 9/4 GST പോർട്ടലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. ഇത് എങ്ങനെ ചെയ്യും, എന്താണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരു 10 സ്റ്റെപ്പ് ഞാൻ കാണിക്കാം. കാരണം ഇതിങ്ങനെ ഒരു ഇന്റിമേഷൻ നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, എന്താണ് അതിന് കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ടത് എന്നുകൂടി നമുക്ക് നോക്കാം. വാട്ട് ടു ഡു. ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഇന്റിമേഷൻ ലഭിച്ച് കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ മെയിലിൽ വന്നാൽ? ആദ്യം നമ്മൾ GSTNലെ ഡാഷ്ബോർഡ് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്റിമേഷൻ വിസിബിൾ ആയിട്ട് വരുന്നുണ്ടോ എന്ന്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, രജിസ്റ്റേർഡ് ഇമെയിൽ ID നോക്കുക. ഇമെയിൽ ID നോക്കിയിട്ട് അതിൽ നമ്മൾക്ക് അങ്ങനത്തെ ഇന്റിമേഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. If an intimation has been received either in dashboard or in email ID or both. അപ്പോൾ ചിലപ്പോൾ ഡാഷ്ബോർഡിൽ വന്നിരിക്കാം, ചിലപ്പോൾ ഇമെയിൽ IDയിൽ കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കാം, ചിലപ്പോൾ രണ്ടിലും വന്നിരിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഡാഷ്ബോർഡിൽ അങ്ങനെ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ടോ, ഇമെയിൽ IDയിൽ വന്നിട്ടുണ്ടോ, രണ്ടിലും വന്നിട്ടുണ്ടോ എന്ന്. കാരണം GSTന്റെ ടെക്നിക്കൽ ഗ്ലിച്ചസ് നമുക്ക് അറിവുള്ളതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഡാഷ്ബോർഡിൽ വിസിബിൾ ആയിട്ട് മെയിലിൽ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, മെയിലിൽ വന്നിട്ട് ഡാഷ്ബോർഡിൽ വിസിബിൾ ആവാതിരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ മെയിൽ IDയും ഡാഷ്ബോർഡും ഒരുപോലെ ചെക്ക് ചെയ്യുക, ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആദ്യം ഡാഷ്ബോർഡ് നോക്കുക, മെയിൽ ID നോക്കുക, രണ്ടിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഏത് ടാക്സ് പീരീഡ് ആണ്, ഫോർ വിച്ച് ടാക്സ് പീരീഡ് ആണെന്ന് ചെക്ക് ചെയ്യുക. Then check the filing status of that particular tax period. അപ്പോൾ ആ ടാക്സ് പീരീഡ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളതിൽ ഏത് ടാക്സ് പീരീഡ് ആണ് എന്ന് നമ്മൾ നോക്കുക. Is the file status has been changed to refile or reset? അത് റീഫയൽ ചെയ്യാനോ റീസെറ്റ് ചെയ്യാനോ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ യെസ് ആണ്, അത് റീഫയലോ റീസെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പോർട്ടലിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗോ ത്രൂ ദി ഡാറ്റ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മന്ത്. ആ മന്തിലെ ഡാറ്റ ചെക്ക് ചെയ്യുക. അത് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് ചെയ്യുന്നു നോക്കുക. ഡാറ്റ ഓഫ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് ഡീറ്റെയിൽസ് ആ പർട്ടിക്കുലർ ടാക്സ് പീരീഡിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് ആണ്, അതിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്ന് വരികിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, അതിനെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് റീസബ്മിറ്റ് ആൻഡ് റീഫയൽ ചെയ്താൽ മതിയാവും. ഒരു കറക്ഷൻസ് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം സേവ് ചെയ്ത ഡാറ്റ കറക്റ്റ് ആണ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, അതിൽ മാറ്റം വരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് റീസബ്മിറ്റ്, കറക്ഷൻസ് ഇല്ലാതെ തന്നെ റീസബ്മിറ്റോ റീഫയലോ ചെയ്യാം. എന്നാൽ ഇഫ് ദ ഡാറ്റ ഷോസ് ഇൻ മിസ്മാച്ച് വിത്ത് ദി കറക്റ്റ് ഡാറ്റ ആസ് പെർ യുവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, then edit and make necessary corrections and resubmit and refile the same. അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട്, അതിനകത്ത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോ ഇൻപുട്ട് ടാക്സ് ക്ലെയിമിലോ എന്തെങ്കിലും മിസ്മാച്ചസ് സേവ് ചെയ്ത് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതിൽ സേവ് ആയിട്ടുള്ള ഡീറ്റെയിലുമായിട്ട് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിൽ വേണ്ട കറക്ഷൻസ് വരുത്തിയിട്ട് റീസബ്മിറ്റ് ആൻഡ് റീഫയൽ ചെയ്യേണ്ടതാണ്.
Please note before refile the same, the data which you are refiling for the particular month will also match with the GSTR 9 and 9C. നമ്മളിതിൽ ഏറ്റവും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് പഴയ വർഷങ്ങളിലെ ടാക്സ് പീരീഡിൽ ഉള്ളതാണ് ഈ മിസ്മാച്ച് എങ്കിൽ നമ്മൾ അതിന്റെ GSTR 9 9C ഒക്കെ സബ്മിറ്റ് ചെയ്ത് പോയതായിരിക്കാം. അപ്പൊ അത് ഏത് ഡാറ്റ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക. ഇത് റീഫൈലും റീസബ്മിറ്റും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ ടാക്സ് പീരീഡ് ആ വർഷത്തെ മുഴുവൻ ഡീറ്റെയിലും ഒന്ന് ചെക്ക് ചെയ്ത് 9 9C ആയിട്ടൊക്കെ മാച്ച് ആകുന്നുണ്ട്. നമ്മളത് റീസബ്മിറ്റ് ചെയ്താൽ അത് മാച്ച് ആവും, അല്ല അതിനകത്ത് എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആണോ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു റീഫൈലിംഗ് നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു ടാക്സ് പീരീഡിൽ ഒരു വർഷത്തെ ITC അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ ഇപ്പൊ 2024 എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏത് മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും പീരീഡിലാണ് ഇങ്ങനെ ഒരു ഡാറ്റ മിസ്മാച്ച് അവർ പറയുന്നെങ്കിൽ അത് നമ്മളുടെ മൊത്തം അക്കൗണ്ട്സിനെയും ബാധിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇത് വളരെ ചെക്ക് ചെയ്ത് സൂക്ഷിച്ച് മാത്രം റീഫൈലും റീസബ്മിറ്റും ചെയ്യുക. ഇഫ് എനി മിസ്മാച്ചസ് വിൽ occur which will affect your books of accounts, if you refile the same, please raise a ticket with the relevant details and screenshots. അപ്പോൾ എന്തെങ്കിലും മിസ്മാച്ചസ് നമുക്ക് വരും, നമ്മളത് റീഫൈൽ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട്സിനെ ബാധിക്കും, അല്ലെങ്കിൽ 9 9C ബാധിക്കും, നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് മാച്ച് അല്ല, എങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടിക്കറ്റ് റേസ് ചെയ്ത് ആ ഒരു പ്രശ്നം ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചതിന് ശേഷം മാത്രം, അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ അങ്ങനത്തെ ഒരു റീഫൈലും റീസബ്മിറ്റും ചെയ്യാൻ പാടുള്ളൂ. പ്ലീസ് ചെക്ക് ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ഫോർ ദാറ്റ്. അതിന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇൻപുട്ട് ടാക്സ് ക്ലെയിമും ഒക്കെ കൃത്യമായി ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആ ഒരു സബ്മിഷൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലാ ടാക്സ് പേയേഴ്സും ഇത് കൃത്യമായി വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റിമേഷൻ മെയിലിൽ ലഭിച്ചിട്ടുണ്ടോ, അത് GST പോർട്ടലിലെ ഡാഷ്ബോർഡിൽ വിസിബിൾ ആകുന്നുണ്ടോ, അത് ഡീറ്റെയിൽ അതിലുള്ളത് കറക്റ്റ് ആണോ, അല്ല അതിനകത്ത് മിസ്മാച്ചസ് ഉണ്ടോ, അത് കറക്ഷൻ ചെയ്താൽ അക്കൗണ്ട്സിനെ ബാധിക്കുമോ, അത് തുടർന്നുള്ള വർഷങ്ങളിലെ അക്കൗണ്ട്സിനെ ബാധിക്കുമോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെ പോയാൽ പിന്നീട് അത് സംബന്ധിച്ച് എന്തെങ്കിലും, കാരണം അവരൊരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ് നമുക്ക് ഇത് ഡിസ്ക്രിപ്പൻസി ഒഴിവാക്കാനായിട്ട്. അപ്പം അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് മെയിൽ ഐഡിയും ഡാഷ്ബോർഡും കൃത്യമായും ശ്രദ്ധിക്കുകയും അതിൽ പറഞ്ഞതിന് പ്രകാരമുള്ള മിസ്മാച്ചസ് നിങ്ങൾക്കുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഈ പറഞ്ഞ രീതിയിലുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ആ ഒരു ഇന്റിമേഷൻ ഫോർമാറ്റ്, അതപ്പം ഏകദേശം എങ്ങനെ ആയിരിക്കും ആ ഒരു ഇന്റിമേഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്റിമേഷൻ ഫോർമാറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു വേറൊരു സൈറ്റിൽ നിന്നും എടുത്തതാണ്. Discrepancy has been observed in your form GSTR 3B for the tax period 8/2017. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇന്റിമേഷൻ GST തുടങ്ങിയ പീരീഡിലുള്ളതാണ് ഇത് വന്നിരിക്കുന്നത്. Where there is an apparent mismatch between the saved values and the actual tax liability paid by you. അപ്പോൾ ആക്ച്വൽ ടാക്സ് അടച്ചതും അതിൽ സേവ് ആയിട്ടുള്ള വാല്യൂസുമായിട്ടുള്ള മിസ്മാച്ച് കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർക്കൊരു ഡിസ്ക്രിപ്പൻസി കണ്ടെത്തിയിരിക്കുന്നത്. ദി ഇൻകൺസിസ്റ്റൻസി മേ ഹാവ് arisen from data being saved through different tabs and liability being set off through another tab. ആ ഡാറ്റ സേവ് ചെയ്തതിൽ ഡിഫറെൻറ്റ് ടാബ്സിൽ വന്ന ഒരു മിസ്മാച്ച് ആണ്. ഒരു ടാബിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യുകയും അടുത്ത ടാബ് വഴി അത് റീസെറ്റ് ചെയ്യുകയും ചെയ്ത ആ ഒരു ഡാറ്റ സേവ് ചെയ്തതിൽ വന്ന ഒരു ഇൻകൺസിസ്റ്റൻസി ആണ് അവരതിൽ അങ്ങനെ വന്ന ഒരു മിസ്മാച്ച് ആണെന്നാണ് അതിൽ പറയുന്നത്. ദി മാറ്റർ ഹാസ് ബീൻ എക്സാമിൻഡ് ആൻഡ് ആസ് എ റിസൾട്ട് ദി റിട്ടേൺ ഫയൽഡ് ബൈ യു ഹാസ് ബീൻ റീസെറ്റ്. ഈ ഒരു ഇത് കണ്ടെത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൊല്യൂഷനായിട്ട് അവർ റീസെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. യു ആർ റിക്വയർഡ് ടു റീഫയൽ യുവർ ഫോം GSTR 3B ഫോർ ദി aforementioned tax period, ensuring that the correct values of liability and input tax credit in the respective tables. അപ്പോൾ ആ ഒരു മുകളിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് പീരീഡിലെ
മിസ്മാച്ചസ് കണ്ടെത്തി അത് കറക്റ്റായിട്ട് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ഇൻപുട്ട് ടാക്സിൻ്റെ വാല്യൂസും ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് അത് വേണ്ട കറക്ഷൻസ് വരുത്തി റീഫയൽ ചെയ്യാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദി റിട്ടേൺ GSTR 3B മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 15 days ഓഫ് റിസീവിംഗ് ദിസ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ലേറ്റസ്റ്റ് ബൈ 24. ഇത് നേരത്തെ വന്ന ഒരു ലെറ്ററാണ്. അതിൽ 24 ലാസ്റ്റ് ഡേറ്റ് ആയി പറഞ്ഞിരിക്കുന്നത്. അത് വന്ന് ഈ ഇൻറ്റിമേഷൻ വന്ന് 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു റീഫയൽ ചെയ്യണം നമ്മൾ. Please note that any liability previously paid during the original filing has been reversed. ഏതെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള liability, please note that any liability previously paid during the original filing has been reversed. നമ്മൾ ഏതെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ആക്കിയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. Kindly ensure that revised GSTR 3B is filed with the correct and complete liability payment. അപ്പോൾ നമ്മളത് എൻഷുർ ചെയ്യുക ആ പർട്ടിക്കുലർ ടാക്സ് പീരീഡിലെ GSTR 3Bയിൽ കാണിച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റി ഔട്ട്പുട്ട് ടാക്സ് പേയ്മെൻറ്റും ഒക്കെ കറക്റ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് നമ്മുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കറക്റ്റ് ഡേറ്റ ഫില്ല് ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യുകയും റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. We apologize for any inconvenience caused and urge you to promptly submit the return with accurate information. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതിൽ അവർ അപ്പോളജി ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട്, ആക്യുറേറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. For any further inquiries, please raise a ticket and provide relevant screenshots. അപ്പോൾ അവർ തന്നെ ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് റേസ് ചെയ്യാനും അതിന് സ്ക്രീൻഷോട്ട്സ് വെച്ച് ടിക്കറ്റ് റേസ് ചെയ്ത് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റിമേഷൻ ഫോർമാറ്റാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടിയോന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കറക്റ്റ് ഡേറ്റ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഒരു റീഫൈലിംഗ് അവർ ഡിസ്ക്രിപ്പൻസി കണ്ടെത്തിയിരിക്കുന്ന പോർഷൻ കറക്റ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മളുടെ അക്കൗണ്ട്സിനെ ഇത് ബാധിക്കുമോ, അങ്ങനത്തെ മിസ്മാച്ചസ് വരുമോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വാല്യുബിൾ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.